ഓക്കെ, എന്താണ് ദേഹം, എന്താണ് ദേഹി, എന്താണ് ആത്മാവെന്ന് പറയാം. ദേഹമാണ് ഈ പുറമേ കാണുന്നത്. ഇതാണ് ദേഹം. ഇതിന് രോഗമുണ്ടാകും, ക്ഷീണമുണ്ടാകും, ഇത് ടയേർഡായി പോകും. ബൈബിൾ പറയുന്നു ദേഹം മൺകൂടാരമാണ്, ഭൗമ ഭവനമാണ്, കൈപ്പണി ഒരാലയമാണ്, അഴിഞ്ഞു പോകുന്ന വസ്തുവാണ്. ഇതാണ് ദേഹം. ദേഹം ബലം പ്രാപിക്കാൻ നന്നായി ഫുഡ് കഴിക്കണം. സമയത്ത് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ദേഹം ബലപ്പെട്ടുകൊണ്ടേയിരിക്കും. സ്തോത്രം. ഇതാണ് ദേഹം. വേദപുസ്തകത്തിൽ ദേഹത്തിന് പ്രാധാന്യമില്ല. എന്താണ് ദേഹി? മനുഷ്യന്റെ വികാരങ്ങളുടെ ഇരിപ്പിടമാണ് ദേഹി. വിചാരങ്ങളുടെയും വികാരങ്ങളുടെയും ഇരിപ്പിടം. എല്ലാ ഇമോഷനും ഉണ്ടാകും ദേഹിക്കകത്തുനിന്നാണ്. ചിരിക്കാൻ തോന്നുന്നത്, സങ്കടം തോന്നുന്നത്, നിരാശകൾ തോന്നുന്നത്. നിങ്ങൾ വേദപുസ്തകത്തിന്റെ താളുകളിൽ മറിഞ്ഞു നോക്കിയാൽ എന്തെല്ലാം കാണുമോ അതിന്റെ എല്ലാം വികാരങ്ങളുടെ ഇരിപ്പിടം, ഉത്ഭവസ്ഥാനം എന്നത് ദേഹിയാണ്. നമ്മൾ പറഞ്ഞു പോകുന്ന അസൂയ, പക, പിണക്കം, കോപം, ക്രോധം, ശാഠ്യം എന്നിത്യാദി സകലതും ദേഹിയാണ്. പക്ഷേ രക്ഷിക്കപ്പെട്ട നിമിഷം മുതൽ ഒരു ദൈവ പൈതലിനെ നിയന്ത്രിക്കുന്നത് ദേഹിയല്ല, ആത്മാവാണ്. നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മളെ നടത്തുന്നത്, നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ദേഹിയല്ല, ആത്മാവാണ്. സ്തോത്രം. നിങ്ങൾ വേദപുസ്തകത്തിൽ ഒരു മനുഷ്യൻ വലഞ്ഞു പോയിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഭയങ്കര ടയേർഡായി. അദ്ദേഹത്തിന് വാക്കിങ്ങനെയാ: നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഇച്ഛിക്കാത്ത തിന്മയത്രേ ഞാൻ ചെയ്യുന്നത്. അത് പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വ്യാപരിക്കുന്ന മറ്റൊരു പ്രമാണമുണ്ട്, മറ്റൊരു പാപത്തിന്റെ സ്വഭാവമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നല്ലത് സംസാരിപ്പാൻ, നല്ലതുപോലെ ജീവിപ്പാൻ ആഗ്രഹമുണ്ട്, എനിക്ക് നടക്കുന്നില്ല. എൻ്റെ ദേഹത്തെ കൺട്രോൾ ചെയ്യുന്ന മറ്റെന്തോ ഉണ്ട്. സ്തോത്രം. ഇങ്ങനെ ഭയപ്പെട്ടു നിന്ന ഭക്തൻ അവസാനമായി ഒരു നിലവിളിയുണ്ട്: അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യനാണ്, ആരെങ്കിലും എന്നെ സഹായിക്കാമോ, ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാമോ? ഈ നിലവിളിക്ക് ഉത്തരമായി പറഞ്ഞ വാക്കാണ്: കുഞ്ഞേ, അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ നമുക്ക് ദേഹിയെ ജയിക്കാൻ കഴിയും. ഓക്കെ, ദേഹിയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. രക്ഷിക്കപ്പെട്ട നിമിഷം മുതൽ നമ്മളെ നിയന്ത്രിക്കുന്നത് ആത്മാവാണ്. ദൈവ പൈതൽ ആത്മാവിൽ ജീവിക്കണം, ആത്മാവിൽ സംസാരിക്കണം. നമ്മൾ അവിടെ നിന്ന് ഒന്ന് കട്ട് ചെയ്തു അല്ലേ? ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ദേഹിയിൽ നടക്കും എന്നതൊരു വലിയ അപകടമാണ്. പ്രസംഗിച്ചാലും പാട്ടുപാടിയാലും ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ പഴയ ദേഹി എഴുന്നേൽക്കും. ആ പഴയ സംസാരം, പഴയ സ്വഭാവങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ദേഹി എഴുന്നേൽക്കും. പക്ഷേ നമ്മളൊരു ഇരട്ടി കൃപ പ്രാപിക്കണം, ഇരട്ടി ഒരു ദൈവകൃപ പ്രാപിക്കണം. എന്തിനാ? ഈ എഴുന്നേറ്റ് വരുന്ന ദേഹിയെ പിടിച്ചൊതുക്കുന്ന, ഇതിനെ പരാജയപ്പെടുത്തുന്ന, ഇതിനെ തോൽപ്പിക്കുന്ന ഒരു അഭിഷേകം എന്ന് പ്രാപിക്കുമോ അന്ന് നമ്മുടെ ആത്മീയ ജീവിതം സ്റ്റേബിളായി മുൻപോട്ട് പോകും. ഏറ്റക്കുറച്ചിലുകളില്ലാതെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയും.